ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രോ ഒന്നുമില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ടാണ്. ഇന്ന് രാത്രിയായപ്പം കെട്ടിയൻ്റെ കൂട്ടുകാർക്ക് എല്ലും കപ്പ അല്ലെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നൊരു പ്ലാനിങ്. അങ്ങനെ അവന്മാർ പോയി കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചെറിയ പീസുകളൊക്കെ ആയിട്ട് നല്ല വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തു. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റമായ ബീഫ്. പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് ആവശ്യത്തേക്കുള്ള ബീഫ് സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഇത് നമ്മുടെ സ്വന്തം ജുന്നുമോൻ, നമ്മുടെ മെയിൻ ഷെഫ് ആൻഡ് ഗുരു തന്നെയാണ് ഇന്നത്തെ കപ്പ ബിരിയാണി സെറ്റാക്കാൻ പോകുന്നത്. അങ്ങനെ നോക്കിന്ന് കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണയും ഒഴിച്ച് വെളുത്തുള്ളിയും സവോളയും കൊച്ചുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4-5 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. നല്ലതുപോലെ വഴറ്റി കിട്ടി. ഇനി ഇതിലേക്ക് നമ്മൾ ബീഫാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 4-5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഷെഫിൻ്റെ ഫേസ് കാണിക്കണമെന്നാണ് നിബന്ധന. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, അപ്പം ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി 2-3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് പെരുംജീരകപ്പൊടിയാണ്. പെരുംജീരകപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തു. നമ്മുടെ ഈ ഷെഫിന് സ്വന്തമായിട്ട് ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. ആ അസിസ്റ്റൻറ്റിൻ്റെ കെട്ടിയവനും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മദ്ദലസ എന്നൊക്കെ പറയുന്നത്. അപ്പം മസാലപ്പൊടിയാണ്. ഇനി അതിനകത്ത് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എപ്പം നടക്കും. അത് ഉള്ളിക്ക് ഇച്ചിരി ഇട്ടത് ഉണ്ടോ? ഇതാണ് ഞങ്ങളുടെ കുണുവിൻ്റെ ഇളക്കൽ. കുണുവിൻ്റെ സ്വന്തം അസിസ്റ്റന്റ്. അടുത്തായിട്ട് നമ്മൾ ഇതിലിട്ട് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. 3-4 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ആകെ 4 പച്ചമുളക്, ഇച്ചിരി മുളക് പൊടിയല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി എരിവിനായിട്ടാണ് നമ്മൾ ഇത്രയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇച്ചിരി കളറിന് വേണ്ടി നമ്മൾ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചി പേസ്റ്റ് ഇടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തോ പണിക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ അത് നല്ലതുപോലെ ഇട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ കുക്കർ അടച്ചു വെച്ച് വേവിച്ചു. ഇനി അത് തുറന്നു നോക്കാം. ടേസ്റ്റ് ചെയ്യുന്നത് എൻ്റെ കെട്ടിയോന്. ഇതിനിടയ്ക്ക് കൂട്ടുകാരെല്ലാവരും കൂടെ കൂടിയിരുന്ന് നാട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഈ പറയുന്നതാണ് ഈ കാണുന്നത്. അപ്പം നമ്മുടെ മെയിൻ ഷെഫ് തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ഫേസിലും ഉണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് സെറ്റായിട്ടുണ്ട്. ബീഫിൻ്റെ മുകളിലേക്ക് ഇനി കപ്പ ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഈ നടക്കുന്നത്. അപ്പോൾ ആദ്യമത്തെ ലെയറിൽ ബീഫ് ഇട്ട് അതിൻ്റെ മുകളിലോട്ട് കപ്പ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ബീഫ്, പിന്നെ ബാക്കിയുള്ള കപ്പ മുഴുവനുമായിട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ബീഫും കപ്പയും നല്ലതുപോലെ ആയിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഒരാളുടെ മിക്സിങ് കഴിഞ്ഞതാണ്ട് അടുത്ത ആൾ മിക്സ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഫുൾ എനർജി വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ജിമ്മിൽ പോകുന്ന ഗുണം മുഴുവൻ അതിലായിട്ടാണ് കാണിക്കുന്നത്. മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഈ കപ്പയിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം. അതിനായിട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ താളിപ്പിന് സെറ്റാക്കി അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ താളിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അടിച്ച് ചെറിയതായിട്ടൊന്ന് തീ കത്തിച്ചൊന്ന് കുറച്ച് നേരം നമ്മൾ ദമ്മ് പോലെ സെറ്റാക്കി. ഇനി നമുക്ക് ഇതിന് സൈഡായിട്ട് സാലഡ് ഉണ്ടാക്കണം. അതിനായിട്ടുള്ള സവോളയും തക്കാളിയുമാണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കണമെങ്കിൽ ഒരു വാഴയില വേണമെന്ന് പറഞ്ഞാൽ വാഴയിലയുമായിട്ട് വരുന്ന രംഗമാണ് ഈ കാണുന്നത്. അങ്ങനെ വാഴയില സെറ്റായി അത് നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു പായ വിരിച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ വാഴയില ഇട്ടു. ഈ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു രസം അത് വേറെയാണ്.
അങ്ങനെ എല്ലാവർക്കും നമ്മൾ കപ്പ ബിരിയാണി വിളമ്പി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സാലഡും കൂടെ സെറ്റാക്കി സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മുടെ ജുനുമോൻ്റെ റെസിപ്പി ആയതുകൊണ്ടും ജുനുമോൻ ഉണ്ടാക്കിയതായതുകൊണ്ടും സൂപ്പറായിരിക്കും. നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി കപ്പ ബിരിയാണി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.